സിഹർ കാരണം കുടുംബം തകർന്നതും സമ്പത്ത് നഷ്ടപ്പെട്ടതും രോഗമുണ്ടായതും ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ വിശ്വാസപരമായി ഏറെ ഗൗരവമുള്ള എന്നാൽ പലരിലും വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് സിഹർ അഥവാ മാരണം. ചില ആളുകൾ പറയുന്നത് സിഹർ എന്നത് വെറും ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ മാത്രമാണ് എന്നതാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ഉറച്ച അഭിപ്രായം സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെയാണ്. പ്രമുഖ പണ്ഡിതരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ വ്യക്തമാക്കുന്നത് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതിന് ഖുർആനും സുന്നത്തും വ്യക്തമായ തെളിവാണ് എന്നുള്ളതാണ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചതായും പിന്നീട് അതിൽ നിന്ന് അള്ളാഹു തങ്ങൾക്ക് ശമനം നൽകിയതായും ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചീത്ത ആത്മാക്കളുടെയും പിശാചുക്കളുടെയും സഹായത്തോടെ ദോഷകരമായ ചില വാക്കുകളും പ്രവൃത്തികളും മന്ത്രങ്ങളൊക്കെ വഴി അസാധാരണമായ ചില കാര്യങ്ങൾ വരുത്തി തീർക്കുന്ന ഒരു പൈശാചിക ശ്രമമാണിത് സിഹർ. എന്നാൽ ഇതിനർത്ഥം പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അട്ടിമറിക്കാനോ ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയൊരു വസ്തു ഉണ്ടാക്കാനോ ഉള്ള ശേഷി സിഹറിനുണ്ട് എന്നതല്ല. അങ്ങനെയില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് മന്ത്രവാദികൾ എറിഞ്ഞ വടികളും കയറുകളൊക്കെ പാമ്പുകളായി ഇഴയുന്നതായി ആളുകൾക്ക് തോന്നുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വെറും കണ്ണുകെട്ടൽ മാത്രമായിരുന്നു. അതാണ് സിഹർ. ഈ വെള്ളത്തിന് ദാഹം മാറ്റാനും ഭക്ഷണത്തിന് വിശപ്പടക്കാനൊക്കെ അള്ളാഹുവിൻ്റെ അനുവാദം വേണ്ടേ? അല്ലാണ്ട് വെറുതെ സംഭവിക്കില്ലല്ലോ. അതിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ബന്ധിക്കണം. അതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ സിഹറിൻ്റെ ഫലം അതുണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുവാദം കൂടിയേ തീരൂ. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയും മറികടന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാക്കാനോ ഒരാളെ രോഗത്തിലേക്ക് തള്ളിവിടാനോ ഒന്നും സിഹറിനെ കൊണ്ട് സാധിക്കില്ല. ഈ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നയാളെ ചെന്നായ പിടിക്കുമെന്നൊക്കെ പറയാറില്ലേ, ഒറ്റപ്പെട്ട ആടിനെ ചെന്നായ പിടിക്കും എന്നതുപോലെ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരെയാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെയാണ് പിശാച് എളുപ്പത്തിൽ സ്വാധീനിക്കുന്നത്, സിഹർ ബാധിക്കുന്നത് എളുപ്പത്തിൽ. ഈ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ അതിൽ പോലും അണുക്കളൊക്കെ ഉണ്ട്. ആ അണുക്കൾ ഉണ്ടെങ്കിലും അള്ളാഹു നൽകിയ രോഗപ്രതിരോധ ശേഷി കൊണ്ട് നമ്മുടെ ശരീരം സംരക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ മലക്കുകളിലൂടെയും മറ്റു അദൃശ്യ വഴികളിലൂടെയും അള്ളാഹു എപ്പോഴും മനുഷ്യർക്ക് ചുറ്റും ഒരു വലിയ സംരക്ഷണ കവചമൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സിഹർ ബാധിച്ചാൽ അത് മാറ്റാൻ വേണ്ടി മറ്റൊരു സിഹർ ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. സിഹർ ചെയ്യുന്നതും അതുപോലെ തന്നെ സിഹർ ബാധിച്ചവനെ രക്ഷിക്കാൻ വേണ്ടി പിശാചുക്കളുടെ സഹായത്തോടെ ചെയ്യുന്ന നുഷറത്ത് പോലെയുള്ള പൈശാചിക രീതികളും അത് പൂർണ്ണമായും ഹറാമാണ്. മറിച്ച് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ, അതായത് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഓതി മന്ത്രിക്കുക, ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളും പ്രാർത്ഥനകളും പതിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സിഹറിനെ നിഷ്ഫലമാക്കാൻ സാധിക്കും. സിഹറിനെ ബാത്തിലാക്കാൻ, ഇല്ലാതെയാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മുന്നിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു പോകും എന്നതിൽ ഒരു സംശയവുമില്ല. സിഹർ ബാത്തിലാകും. ഇന്നത്തെ കാലത്ത് മുസ്ലിം സമൂഹങ്ങളിൽ സിഹറിൻ്റെ പേരിൽ നടക്കുന്ന ധാരാളം പ്രചാരണങ്ങൾ, അതിൽ ഭൂരിഭാഗവും പണം തട്ടിയെടുക്കാൻ വേണ്ടി ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന വ്യാജന്മാരുടെ കള്ളക്കഥകളാണ്. സാധാരണക്കാരായ മനുഷ്യരോട് നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് നുണ പറഞ്ഞ് ഭയപ്പെടുത്തുകയും അത് ഭേദമാക്കാമെന്ന് വിശ്വസിപ്പിച്ച് വൻ തുക കൈക്കലാക്കുകയും ചെയ്യുന്ന ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ വീണ് ആരും ജീവിതം നശിപ്പിക്കരുത്, തുലച്ചു കളയരുത്. ചുരുക്കത്തിൽ സിഹർ എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനെ ഭയപ്പെടുകയല്ല വേണ്ടത്. അത്തരം അന്ധവിശ്വാസങ്ങളിലേക്കോ തെറ്റായ ചികിത്സാ രീതികളിലേക്കോ പോകാതെ എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ ആശങ്കകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യാജ മന്ത്രവാദികളെ തേടിപ്പോകാതെ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവനിൽ മാത്രം അഭയം തേടുകയുമാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ ഹിദായത്ത്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.